പോയിട്ട് വരാമേ. എന്താ മോളെ, കാര്യം എന്താന്ന് അറിയില്ലല്ലോ. അറിയില്ലമ്മേ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനായിരിക്കും. ഞാൻ എന്തായാലും പോയിട്ട് വരാം. ചിലപ്പോൾ എല്ലാം ഇതുകൊണ്ട് തീരുമായിരിക്കും. നോക്കാം. ഈശ്വര, എന്തിനായിരിക്കും ചെല്ലാൻ പറഞ്ഞത്? ചോദിച്ചിട്ട് രണ്ടുപേരും പറയുന്നില്ല. ഇനി വല്ല ജോൾസിനെ വിളിച്ച് കവടി നിരത്തി നോക്കാം. മാറിക്കങ്ങോട്ട്, ഞാൻ പോട്ടെ. നന്ദു വരുന്നില്ലേ? എങ്ങനെ? ഞാനെല്ലാം മറന്നും പുറത്തും തിരികെ കൂട്ടിക്കൊണ്ടുവന്നാണോ വിചാരിച്ചേ? ആ തോന്നൽ വേണ്ട. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ തന്നെ നേരിട്ട് വന്ന് വിളിച്ചാലേ തമ്പുരാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളൂ എന്ന് വാശി പിടിച്ചതായി അമ്മ പറഞ്ഞു. അങ്ങനെ ഗതികേട് കൊണ്ടുവന്ന് വിളിച്ചതാ. ഇവിടെ താലപ്പൊലിയൊന്നുമില്ല, നേരെ കയറി അങ്ങ് പോയാ മതി. ഇങ്ങോട്ട് മാറി നിൽക്കാൻ. അമ്മേ, മോള് വന്നോ? എന്നിട്ട് നന്ദൻ എവിടെ? നന്ദു എന്നെ ഇവിടെ ആക്കിയിട്ട് തിരിച്ചുപോയി. അമ്മ ക്ഷമിക്കണം. നന്ദു വന്ന് വിളിച്ചാലേ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത് വാശി കാണിച്ചതല്ല. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. എനിക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ദേവികെ, നിനക്കറിയല്ലോ, എന്റെ മനസ്സാകെ തളർന്നിരിക്കുക. എന്റെ മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും. ഇപ്പൊ ഞാൻ നിന്നെ വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പറയാനല്ല, അപേക്ഷിക്കാൻ. അത് നീ അംഗീകരിക്കണം. എന്താ അമ്മേ? ഈ തെരഞ്ഞെടുപ്പിൽ നീ മത്സരിക്കരുത്. നോമിനേഷൻ കൊടുക്കേണ്ട തീയതി എത്തിക്കഴിഞ്ഞു. പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ പറ്റില്ല. നീ നോമിനേഷൻ കൊടുക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കരുത്. പല കാരണങ്ങളും കാണുമെന്ന് വെച്ചോളൂ. നീ മത്സരിക്കരുത്. അതേ ഞാൻ പറയുന്നുള്ളൂ. അമ്മേ, സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നന്ദുവായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് മുതൽ കാര്യങ്ങൾ കൈവിട്ടു പോയതുപോലെയാ. തെരഞ്ഞെടുപ്പ് മത്സരം, നന്ദുവായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു, എല്ലാം. പത്രസമ്മേളനത്തിലും മീറ്റിംഗിലും ഒക്കെ ഞാൻ എങ്ങനെയോ ചെല്ലുന്നു, എന്തൊക്കെയോ പറയുന്നു, ഒരു യന്ത്രം പോലെ. ഇപ്പതാ അമ്മ പറയുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാൻ. അതും അനുസരിക്കാം. ഞാൻ നോമിനേഷൻ കൊടുക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. അമ്മയുടെ ആവശ്യം ഞാൻ സ്വീകരിക്കുന്നു. മോളെ, നിന്റെ വിഷമം എനിക്ക് ഊഹിക്കാൻ പറ്റും. വിഷമോ? സത്യം പറഞ്ഞ ആശ്വാസം എനിക്ക്. അമ്മയ്ക്കറിയാലോ, ഈ ഒരു ഭാരം ഞാൻ അറിയാതെ എന്റെ തലയിൽ വന്ന് വീണതാ. അതിറക്കി വെക്കുമ്പോ ഒരു സമാധാനം കിട്ടും. പക്ഷേ ഒരു കാര്യം അമ്മേ, ഇതിപ്പോ ഞാൻ അംഗീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ സമ്മതിക്കണം. അച്ഛനോട് അമ്മ വേണം ഈ കാര്യം സംസാരിക്കാൻ. ഇല്ല, ഞാൻ പറഞ്ഞ സിദ്ധു കേൾക്കില്ല. മോള് പറഞ്ഞാ മതി. മാനസികമായിട്ട് ശരിയാകുന്നില്ലെന്നോ
മെന്റൽ ഡിപ്രഷൻ ആണെന്നും ഒക്കെ പറഞ്ഞാ മതി. നിർബന്ധം പിടിക്കണം, സിദ്ധു സമ്മതിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.